ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ഒരു ആത്മീക സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ എനിക്ക് ദൈവം അവസരം തരികയാണല്ലോ. ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പാകെ സന്തോഷമുള്ള ഹൃദയത്തോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായും വ്യക്തമായും ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളോട് പറയാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ബോധ്യമാക്കി തരുന്ന എൻ്റെ രക്ഷകനെ ഞാൻ ഒരുപാട് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരേറ്റി സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 25-ാം അധ്യായം 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 25-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. കുറേ നാൾ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിൻ്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത്, ഫെലിക്സ് വിട്ടേച്ചു പോയൊരു തടവുകാരൻ ഉണ്ട്. ആ രണ്ടാമത്തെ ഭാഗം, ഫെലിക്സ് വിട്ടേച്ചു പോയൊരു തടവുകാരൻ ഉണ്ട്. വിട്ടേച്ചു പോയ തടവുകാരൻ. പൗലോസ് അപ്പോസ്തലൻ നീണ്ട 2 വർഷത്തിൽ പരം അന്ത്യോക്യയിൽ കാരാഗ്രഹത്തിനകത്തായിരുന്ന, പട്ടാളത്തിൻ്റെ ബന്ധൗസ്ഥനകത്തായിരുന്ന പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകങ്ങളുടെ 24-25 അധ്യായങ്ങൾക്കകത്തെല്ലാം നന്നായിട്ട് ആ കാര്യങ്ങളെ ലൂക്കോസ് എന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ എഴുത്തുകാരൻ വിവരിച്ചിട്ടുണ്ട്. സത്യത്തിൽ പൗലോസ് സുവിശേഷ സംബന്ധമായിരിക്കുന്ന കാര്യം കൊണ്ട് യഹൂദന്മാർ കള്ളക്കേസ് കൊടുത്ത് കള്ളസാക്ഷികളെ നിർത്തി മതവൈര്യം നിമിത്തം യെരുശലേം ദേവാലയത്തിനെതിരെ പ്രവർത്തിച്ചു എന്നും യഹൂദന്മാരുടെ മതത്തിന് വിരോധമായി മതസ്പർദ്ധ വർദ്ധിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് ശക്തമായ രീതിയിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചാർത്തി എന്നൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും രക്ഷപ്പെടാതെ പഴുതുകൾ അടച്ച് യഹൂദന്മാർ മഹാപുരോഹിതൻ്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യത്തിൻ്റെ പട്ടാള കാവലിനകത്ത് കിടക്കുന്ന പൗലോസിനെ ഇല്ലാതാക്കാനുള്ള സകല തന്ത്രങ്ങളും ഒരുക്കിക്കൊണ്ട് കോടതിയിൽ കേസ് സമർപ്പിച്ചിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഗവർണർമാരാണ് വിധി പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ പ്രതികളെ ശിക്ഷാ നടപടിയിലേക്കോ അല്ലെങ്കിൽ കേസിൻ്റെ വാദമായിരിക്കുന്ന മറ്റിതര കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. അന്ന് പൗലോസ് പ്രതിയായി പിടിക്കപ്പെടുന്ന അഥവാ കുറ്റവാളിയായി കുറ്റം ചാർത്തപ്പെടുന്ന സമയത്ത് ഗവർണറായിരുന്നത് ഫെലിക്സാണ്. അധികാരമുള്ള, സാമർഥ്യമുള്ള, ദീർഘകാലം ഗവർണർ പദവിയിലിരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സംയമനത്തോടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ തന്നെ ഭരണം നടത്തിയ ഗവർണറായിരുന്നു. എന്നാൽ പൗലോസിൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം യഹൂദന്മാരുടെ പക്ഷം ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. പൗലോസിൻ്റെ കാര്യത്തിൽ യാതൊരു നടപടികളുമില്ലാതെ ഒരലസ മനോഭാവത്തോടുകൂടെ 1 മാസം കൊണ്ട് തീരാവുന്ന ഒരു കേസ് എന്ന് വേണമെങ്കിൽ പറയാം, ആ വിഷയം വിളിച്ചു വരുത്തി വാദിഭാഗമായിരിക്കുന്ന യഹൂദന്മാരുടെ പ്രതിനിധികളാരാണോ അവരെ കൂടി വിളിച്ചു ചോദിച്ച് പൗലോസിൻ്റെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റത്തിന് ബോധ്യമാകുന്ന ശിക്ഷാ നടപടികൾ നടത്തി. അതല്ല, സ്വാഭാവികമായും നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനല്ലെങ്കിൽ പൗലോസ് എന്ന ഈ മനുഷ്യനെ വിമോചിതനാക്കി അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടാനുള്ള അധികാരം സർക്കാർ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആളാണ് ഗവർണർ ഫെലിക്സ്. പക്ഷേ നിരുത്തരവാദിത്വപരമായിട്ട് ഫെലിക്സ് പൗലോസിൻ്റെ കേസിനെ മനഃപൂർവ്വമായിട്ട് അവഗണിക്കുകയായിരുന്നു. 2 വർഷത്തോളം. 2 വർഷമൊന്നും ആ കേസ് നീട്ടേണ്ട കാര്യമില്ല. വേഗത്തിൽ തീരാവുന്നൊരു വിഷയത്തെ തീർക്കാതെ വണ്ണം അതിങ്ങനെ അഴച്ചു വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കുക, അവധി വെച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ ദൈവമായ കർത്താവ് ഇടപെട്ട് ഫെലിക്സിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ഫെസ്തോസ് എന്ന് പറയുന്നൊരു ഗവർണറെ കൊണ്ടുവന്നിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഫെസ്തോസ് അധികാരത്തിൽ വന്ന ചില ദിവസങ്ങൾ പിന്നിട്ടനന്തരം മഹാപുരോഹിതനെ കാണാൻ വേണ്ടി കടന്നു എന്ന സന്ദർഭത്തിൽ മഹാപുരോഹിതനെ ഓർമ്മപ്പെടുത്തിയതനുസരിച്ച് പൗലോസിൻ്റെ കേസ് വീണ്ടും കോടതിയിലേക്ക് വിചാരണയ്ക്കും വിസ്താരത്തിനും വരികയാണ് പുതിയ ഗവർണറുടെ മുമ്പിലേക്ക്. പുതിയ ഗവർണറായിരിക്കുന്ന ഫെസ്തോസ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് മതപരമായിരിക്കുന്നൊരു കാര്യമായിരിക്കാൻ വലിയ പിടിയൊന്നുമില്ല. ആ സന്ദർഭത്തിലാണ് അഗ്രിപ്പ രാജാവും തൻ്റെ സഹധർമ്മിണിയും കൂടെ പുതിയ ഗവർണറായിരിക്കുന്ന ഫെസ്തോസിനെ കാണാൻ വേണ്ടി ഈ
അന്ത്യോക്യയിലുള്ള അന്തോണിയ കോട്ടയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അഗ്രിപ്പാവിനോട് ഫെസ്തോസ് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. ആ സമയത്ത് ഫെസ്തോസ് പൗലോസിനെക്കുറിച്ച് ഉപയോഗിച്ച ഒരു വാക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. അതാണ് നമ്മൾ എടുത്തു പറഞ്ഞത്, ഫെലിക്സ് വിട്ടേച്ചു പോയൊരു തടവുകാരൻ. വിട്ടേച്ചു പോയ തടവുകാരൻ. ആ വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഫെലിക്സിന് പൗലോസിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അത് കൈകാര്യം ചെയ്യാതെ, ആ പ്രശ്നം തീർക്കാതെ, അതിലിടപെടാതെ, അദ്ദേഹത്തെ വിമോചിതനാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ, നിരുത്തരവാദിത്വ പദമായി ആ നിലവാരത്തിൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പൗലോസ് എന്ന ദൈവത്തിൻ്റെ ദാസനെ വെറുതെ വിട്ടേച്ചു പോയി. പ്രിയരെ, ഞാൻ ഈ വാക്ക് വെച്ച് കുറച്ചു നേരം ധ്യാനിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ ആയിരക്കണക്കിന് ആളുകളെ, ഈ വചനം കേൾക്കുന്ന ഒരുപാട് പേരെ എൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു പോയി. അതിൽ നിങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഒത്തിരി പേരെ കണ്ടു. ചിലർ നോക്കിയായിരുന്നെങ്കിൽ ഇത്രയും വഷളാകില്ലായിരുന്നു. ചിലർ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പോലത്തെ ഒരു സ്ഥിതി വരില്ലായിരുന്നു. പക്ഷേ ഞാൻ പൗലോസിനെ വിടുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കരുതേണ്ട ചിലർ, ന്യായമായിട്ടും ഒരു പൗരൻ എന്ന നിലയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട, നിയമത്തിൻ്റെ കാവലാളായിരിക്കേണ്ട ആൾ ഫെസ്തോസിൻ്റെ വാക്കനുസരിച്ച് വിട്ടേച്ചു പോയി. നിങ്ങളെ ആരെങ്കിലും വിട്ടേച്ചു പോയോ? എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നു, വിട്ടേച്ചു പോയോ? കൂടെ നിർത്തേണ്ട, ചേർത്ത് നിർത്തേണ്ട, കരുതേണ്ട, താങ്ങേണ്ട, സഹായിക്കേണ്ട, ആലോചന പറഞ്ഞു തരേണ്ട, ഇച്ചിരി കൈത്താങ്ങൾ തരേണ്ട, വേണ്ടി വന്നാൽ ഇച്ചിരി പൈസ മുടക്കാനൊക്കെ കഴിവുണ്ടായിരുന്ന ചിലർ അതിനൊന്നും മനസ്സ് വയ്ക്കാതെ നിൻ്റെ വേദനയുടെ സന്ദർഭത്തിൽ, നിൻ്റെ കഷ്ടതയുടെ സമയത്ത്, നിനക്ക് നിവരാൻ പറ്റാത്തൊരു വല്ലാത്ത സാഹചര്യത്തിൽ, നീ നമ്മുടെ ഭാഷ പറഞ്ഞ പെട്ടുപോയ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാതെ വിട്ടേച്ചു പോയി എന്നൊരു തോന്നൽ മനസ്സിനകത്തോടെ ഒരു വല്ലാത്ത അരിച്ചു പറക്കുന്ന ചിന്തയായിട്ട് ഭാരപ്പെടുന്നുണ്ടോ? പൗലോസിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അധികാരവും കസേരയും ചെങ്കോലും കിരീടവും നിയമവും നിയമത്തിൻ്റെ പിന്തുണയും എല്ലാം ഉണ്ടായിരുന്ന ചിലർ ഈ മനുഷ്യനെ ഇട്ടിട്ട് പോയി. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിനകത്തൊക്കെ പൗലോസ് പറയുന്നുണ്ട്, ഇന്നാരും ഒക്കെ എന്നെ ഇട്ടിട്ട് പോയി. അങ്ങനെ ഇട്ടിട്ട് പോയ ഒരുപാട് പേരുണ്ട്. ആരെ? ആ കാലഘട്ടത്തെ ആത്മീക സദസ്സിലെ ഹീറോ ആയിരുന്ന പൗലോസിനെ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്ത, ഒത്തിരി പേരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത, ഒത്തിരി പേരെ രക്ഷിച്ച ഈ മനുഷ്യനെ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ചാറൂറ്റിയിട്ട് പലരും ഇട്ടിട്ട് പോയി. ഞാൻ വീണ്ടും ചോദിക്കുന്നു, കരുതണ്ട ചിലരിട്ടിട്ട് പോയൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടായോ? മരണം വരെ ചേർത്ത് നിർത്തേണ്ടവർ, നീ നനയാതെ നിനക്ക് മീതെ കൊടപിടിക്കേണ്ടവർ, നിനക്ക് കുളിരാതിരിക്കാൻ നിന്നെ കരുതേണ്ടവർ, നിൻ്റെ കണ്ണ് നിറയാതിരിക്കാൻ കാക്കേണ്ടവർ, നീ വീഴാതിരിപ്പാൻ നിൻ്റെ കൈ പിടിക്കേണ്ടവർ, നിനക്കൊരാപത്ത് വന്നപ്പോൾ കൂടെ നിന്ന് നിനക്ക് വേണ്ടി വാദിക്കേണ്ടവർ, നിന്നെ മോചിപ്പിച്ചെടുക്കേണ്ടവർ, നിനക്കൊരു തെറ്റ് പറ്റിയപ്പോൾ ഇട്ടിട്ട് പോകാതെ തിരുത്തി ശാസിച്ചോ ഗുണീകരിച്ചോ കൂടെ നിർത്തേണ്ടവർ, ഒരു ചെറിയ ബലഹീനത വന്നപ്പോൾ, ഒരു ചെറിയ പോരായ്മ വന്നപ്പോൾ, ദൈവവാക്യം ഒന്നോടെ നോക്കിക്കോ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, 14-ാമത്തെ വാക്യം, ഫെലിക്സ് വിട്ടേച്ചു പോയ ഒരു തടവുകാരൻ. ഇന്നൊരു വല്ലാത്ത തടവുകാരനെ പോലെ മനസാക്ഷിയുടെ കോടതിയിൽ വേണ്ടായിരുന്നു എന്നുള്ള തോന്നലുമായി മനസ്സ് നീറി ഇനി മുന്നോട്ട് എന്തെന്നറിയാതെ വളരെ ഭാരപ്പെട്ട്, ഞാൻ എന്നോട് പറയുന്നു, ആവർത്തന വിരസത തോന്നരുത്. ആരൊക്കെയോ വിട്ടേച്ചു പോയതിൻ്റെ തിക്താനുഭവങ്ങൾ പേറി മനസ്സുരുകി ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ പലരും ഇട്ടേച്ചു പോയാലും വിട്ടേച്ചു പോകാത്തൊരു നല്ലിടയൻ ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കറിയാലോ,
കൂരിരുൾ താഴ്വരയിലാണെങ്കിലും, കണ്ണുനീരിൻ്റെ താഴ്വരയിലാണെങ്കിലും, മരണനിഴലിൻ്റെ താഴ്വരയിലാണെങ്കിലും, നീ ഒറ്റയ്ക്ക് ചില പർവ്വതങ്ങൾ കയറേണ്ടി വന്നാലും, ചില പ്രത്യേക വേളയിൽ നിനക്ക് ഇരുമ്പ് ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, അവിടെ ഒന്നും വിട്ടേച്ചു പോകാത്ത ഒരു നല്ല രക്ഷകൻ. ബാക്കി ആരെയും 100% പ്രതീക്ഷിക്കരുത്. ചിലരാവശ്യം കഴിയുമ്പോൾ വിട്ടേച്ചു പോകും. ചിലർ ഒരു ബാധ്യതയാകണ്ട എന്നോർത്ത് വിട്ടേച്ചു പോകും. ചിലർ അവരവരുടെ സുഖം നോക്കി വിട്ടേച്ചു പോകും. ചിലർ നിന്ദിച്ചും പഴിച്ചും തോളേൽ ഒരു ചുമട് വേണ്ട എന്നോർത്തിട്ടിട്ട് പോകും. എത്രയോ പേര് ഈ ലോകത്തിൽ, ഈ മണ്ണിൽ, മലയാളക്കരയിൽ തന്നെ അതിൻ്റെ നേർസാക്ഷികളായി, മൂകസാക്ഷികളായി കഴിഞ്ഞുകൂടുന്നുണ്ടാകും. പക്ഷേ ഇന്ന് വിട്ടേച്ചു പോയവരുടെ ലിസ്റ്റ് എടുക്കാനല്ല ഇത് ഞാൻ പറയുന്നത്. ആരൊക്കെ വിട്ടിട്ട് പോയാലും കൈവിടാത്തൊരു കർത്താവ്, ഇട്ടിട്ട് പോകാത്തവൻ, വാഹനമൃഗത്തിൽ കയറ്റി എത്തിക്കേണ്ടിടത്ത് എത്തിച്ച്, കരുതേണ്ടത് കരുതി, നൽകേണ്ടത് നൽകി, നിനക്ക് വേണ്ടി മുതൽ മുടക്കി നിന്നെ രക്ഷിപ്പാൻ കരുത്തനായവൻ, ഒരിക്കലും വഴിയിൽ വിട്ടേച്ചു പോകാതവൻ. ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം, വിശ്വസിക്കാം. ബാക്കി നിയമത്തെയോ അധികാരിയോ നിയമജ്ഞനെയോ വീട്ടുകാരെയോ ബന്ധങ്ങളെയോ കൂടപ്പുറപ്പുകളെയോ മരണം വരെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞവരെയോ അവരെയൊന്നും 100% വിശ്വസിക്കാൻ പറ്റിയിരിക്കില്ല. പലരും വിട്ടേച്ചു പോകും. വിട്ടേച്ചു പോകാത്തവനെ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തോട് പറയാം, പലരും എന്നെ വിട്ടിട്ട് പോയി നാഥ, അങ്ങനെ അറിയുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സന്ദേശം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ ആ വേദനകൾ മറക്കാം. അങ്ങനെ വിട്ടേച്ച് പോകാതിരുന്നാൽ മതി. ഒരു തടവ് പൊട്ടിച്ചെന്നെ പുറത്തു കൊണ്ടുവന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഈ മാസം കഴിയുന്നതിനേക്കാൾ മുമ്പ് വിട്ടേച്ച് പോയതിൻ്റെ വേദന മാറ്റി, തടവ് മുമ്പിൽ കിടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തും. പൗലോസിൻ്റെ ചരിത്രം അതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കിനും വചനത്തിനുമായി സ്തോത്രം. ഈ ലോകത്തിൽ പലരും ഇട്ടിട്ട് പോകുന്നതാ, പക്ഷെ ദൈവം അത് ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട്. ഈ കേൾക്കുന്നവരെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരെ വിട്ടേച്ച് പോകല്ലേ നാഥ. ഒരു ഇടയൻ തൻ്റെ ആടിനെ കരുതുന്നത് പോലെ കൊണ്ടു നടക്കണേ. അക്കരെ നാട്ടിലെത്തുവോളം പ്രായവും വയസ്സും ക്ഷീണമൊക്കെ വന്നാലും വിട്ടേച്ച് പോകല്ലേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.